കേരള റീഡർ ഇംഗ്ലീഷ് ക്ലാസ് 4 യൂണിറ്റ് 3 ഗുഡ് ബുക്സ് എന്ന രണ്ടാമത്തെ ലെസന്റെ മലയാളം എക്സ്പ്ലനേഷൻ വീഡിയോയിലേക്കാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. ഹിയർ ഇസ് എ പോയം ഓൺ ബുക്സ്. ഇവിടെ താഴെ പുസ്തകങ്ങളെ കുറിച്ചൊരു പദ്യം കൊടുത്തിട്ടുണ്ട്. റീഡ് ആൻഡ് എൻജോയ്, വായിച്ച് ആസ്വദിക്കുക. ഈ പദ്യത്തിന്റെ തലക്കെട്ട് ഗുഡ് ബുക്സ് എന്നാണ്, നല്ല പുസ്തകങ്ങൾ. ഗുഡ് ബുക്സ് ആർ ഫ്രണ്ട്ലി തിങ്സ് ടു ഓൺ. അതായത് നല്ല പുസ്തകങ്ങൾ കൈവശം വെക്കുന്നത് നല്ല സുഹൃത്തുക്കൾ കൂടെ ഉള്ളത് പോലെയാണ്. അവ എപ്പോഴും നമുക്ക് സന്തോഷം നൽകുന്നു. ഇഫ് യു ആർ ബിസി ദേ വിൽ വെയിറ്റ്. നിങ്ങൾ എന്തെങ്കിലും തിരക്കിലാണെങ്കിൽ ഇവർ നിങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കും. ദേ വിൽ നോട്ട് കോൾ യു ഓൺ ദ ഫോൺ. അവർ നിങ്ങളെ ഫോണിൽ വിളിക്കില്ല. ഓർ വേക്ക് യു ഇഫ് ദ hour is late. നിങ്ങൾ എഴുന്നേൽക്കാൻ നേരമായിട്ടും എഴുന്നേറ്റില്ലെങ്കിൽ പോലും അവർ നിങ്ങളെ ഉണർത്തില്ല. ദേ സ്റ്റാൻഡ് ടുഗദർ റോ ബൈ റോ അപ്പോൺ ദ ലോ ഷെൽഫ് ഓർ ദ ഹൈ. അതായത് അളമാറയുടെ അല്ലെങ്കിൽ ബുക്ക് ഷെൽഫിന്റെ ഏത് തട്ടിലായാലും താഴത്തായാലും മുകളിലായാലും അവര് വരി വരിയായി ഒന്നിച്ചാണ് നിൽക്കുക. ബട്ട് ഇഫ് യു ആർ ലോൺസം ദിസ് യു നോ. പക്ഷേ നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു ഒറ്റപ്പെടൽ അനുഭവിക്കുകയാണെങ്കിൽ, അതാണ് ലോൺസം, ഒറ്റപ്പെടൽ അനുഭവിക്കുകയാണെങ്കിൽ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. എന്ത്? യു ഹാവ് എ ഫ്രണ്ട് ഓർ ടു നിയർ ബൈ. നിങ്ങളെ തൊട്ടടുത്ത് തന്നെ ഒന്നോ രണ്ടോ സുഹൃത്തുക്കളുണ്ട്. അതായത് നിങ്ങളുടെ തൊട്ടടുത്തുള്ള അളമാറയിൽ 1-2 പുസ്തകങ്ങൾ ഉണ്ട് എന്നർത്ഥം. ദ ഫെലോഷിപ്പ് ഓഫ് ബുക്സ് ഈസ് റിയൽ. അതായത് പുസ്തകങ്ങളുമായിട്ടുള്ള കൂട്ടുകെട്ട് അത് വളരെ സത്യസന്ധമാണ്. They'll never noisy when you are still. നിങ്ങൾ അനങ്ങാതിരിക്കുക അല്ലെങ്കിൽ മിണ്ടാതെ ഇരിക്കുന്ന സമയത്ത് അവർ ബഹളം വെച്ച് നിങ്ങളെ ബുദ്ധിമുട്ടിക്കില്ല. They won't disturb you at your meal. നിങ്ങൾ ഭക്ഷണം കഴിക്കുന്ന സമയമാണെങ്കിൽ അവർ നിങ്ങളെ ബുദ്ധിമുട്ടിക്കില്ല, ഉപദ്രവിക്കില്ല. They'll comfort you when you are ill. നിങ്ങൾക്ക് സുഖമില്ലാതിരിക്കുകയാണ്, ആ സമയത്ത് അവർ നിങ്ങളെ ആശ്വസിപ്പിക്കും. The lonesome hours they'll always share. നിങ്ങൾ ഒറ്റയ്ക്കിരിക്കുകയാണ് അല്ലെങ്കിൽ വളരെ വിഷമിച്ചിരിക്കുകയാണ്, തനിയെ ഇരിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ ഈ പുസ്തകങ്ങൾ ആ സമയം നിങ്ങളോട് കൂടെ പങ്കിടും. വെൻ സ്ലൈറ്റഡ് ദേ വിൽ നോട്ട് കംപ്ലൈൻ. പക്ഷേ നിങ്ങൾ അവഗണിക്കുകയാണോ അല്ലെങ്കിൽ അവരെ എടുത്ത് വായിക്കാതിരിക്കുകയാണ്, ശ്രദ്ധിക്കാതിരിക്കുകയാണ്, അതാണ് അതിൻ്റെ സ്ലൈറ്റഡിൻ്റെ അർത്ഥം. അങ്ങനെയാണെങ്കിൽ പോലും അവർക്കൊരു പരാതി ഉണ്ടാകില്ല. ആൻഡ് ദോ ഫോർ ദം യു ഹാവ് സീസ്ഡ് ടു കെയർ യുവർ കോൺസ്റ്റന്റ് ഫ്രണ്ട്സ് ദേ വിൽ സ്റ്റിൽ റിമെയിൻ. നിങ്ങളിപ്പോൾ കുറേ കാലത്തേക്ക് 1-2 പുസ്തകങ്ങൾ എടുത്ത് വായിച്ചില്ല എന്ന് വിചാരിക്കുക, അവരെ നോക്കിയില്ല, ആ പുസ്തകം തൊട്ടില്ല എന്ന് വിചാരിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ പോലും അവര് ഒരു കോൺസ്റ്റന്റ് ഫ്രണ്ട്, ഒരു സ്ഥിരമായിട്ടുള്ള ഒരു സുഹൃത്തായിട്ട് എപ്പോഴും അവരങ്ങനെ ഉണ്ടാകും. ഈ കവിത എഴുതിയ കവിയുടെ പേര് എഡ്ഗേർഡ് ഗസ്റ്റ്. ഇദ്ദേഹത്തിന്റെ ഫുൾ നെയിം, മുഴുവൻ പേര് എഡ്ഗേർഡ് ആൽബർട്ട് ഗസ്റ്റ്. ഇദ്ദേഹം 1881 ഇംഗ്ലണ്ടിൽ ജനിക്കുന്നു. പിന്നീട് അമേരിക്കയിലേക്ക് കുടിയേറി പാർത്തു. അമേരിക്കയിൽ ആ സമയത്ത് ഇദ്ദേഹം വളരെ പ്രശസ്തനായൊരു കവിയായിരുന്നു. 1959 ഇദ്ദേഹം മരിക്കുന്നത്. ഈ കവിതയിൽ കവി പുസ്തകങ്ങളെ മനുഷ്യന്റെ ഒരു മികച്ച സുഹൃത്തായിട്ട്, പിന്നെ വളരെ ക്ഷമയുള്ളൊരു സുഹൃത്തായിട്ട്, ഏകാന്തതയിലെ ആശ്വാസം നൽകുന്നൊരു സുഹൃത്തായിട്ട്, ഉപാധികളില്ലാതെ വളരെയധികം സ്നേഹിക്കുന്നൊരു സുഹൃത്തായിട്ട്, ഇങ്ങനെയൊക്കെയാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. ഓക്കെ സ്റ്റുഡൻസ്, ഗുഡ് ബുക്സ് എന്ന ഈ കവിതയുടെ മലയാളം എക്സ്പ്ലനേഷൻ ഇവിടെ അവസാനിച്ചു. എൻ്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് നല്ലവണ്ണം മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എൻ്റെ ഈ ചാനൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തീർച്ചയായിട്ടും ഷെയർ ചെയ്യണം. എൻ്റെ ചാനലിൻ്റെ പേരും ലിങ്കും അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ വിലയേറിയ കമൻസ് രേഖപ്പെടുത്തണം.